10 കുടുംബങ്ങൾ മാത്രമുണ്ടായിരുന്ന സൂഖുൻ അശറ അഥവാ പത്തങ്ങാടി പുത്തനങ്ങാടിയായ കഥ പറയാം. ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിൽ നിന്ന് 10 കർഷക കുടുംബങ്ങൾ കുടിയേറി പാർക്കുകയും അവരുടെ ആത്മീയ മുന്നേറ്റത്തിന് വേണ്ടി അങ്ങ് പൊന്നാനിയിൽ നിന്ന് ഉസ്മാൻ ഖാദി വരികയും ചെയ്തു. അന്നത്തെ നാട്ടുവാഴിയായിരുന്ന മൂസിദ് രാജാവിൻ്റെ മകളുടെ രോഗം മൂർച്ഛിക്കുകയും തൽഫലമായി ഉസ്മാൻ ഖാദിയുടെ സമയോചിതമായ ഇടപെടലിൽ രോഗം ഭേദമാകുകയും ചെയ്തു. പള്ളി വിപുലീകരണത്തിൻ്റെ ചർച്ചകൾക്കിടയിലും കൊട്ടാരത്തിലെ അവസ്ഥകൾ വളരെ വഷളാകുകയും ചെയ്തപ്പോൾ മൂസിദ് രാജാവ് ഉസ്മാൻ ഖാദിയെ സമീപിക്കുകയും ചെയ്തു. കൊട്ടാരത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് കാരണം അവിടെയുള്ള നിധിയാണെന്ന് ഖാദി മനസ്സിലാക്കുകയും ആ നിധി എടുത്തു കൊടുക്കുന്നതിന് പ്രതിഫലമായിട്ട് പള്ളിയുടെയും ഖബർസ്ഥാനിൻ്റെയും വിപുലീകരണത്തിന് സഹായിക്കണമെന്ന് രാജാവിനോട് ഖാദി അപേക്ഷിച്ചു. ആ അപേക്ഷയ്ക്ക് മറുപടിയായി ഖാദിയോട് നാടുവായി ആ നിധി മുഴുവനായി എടുക്കാൻ കൽപ്പിക്കുകയും നിധി എടുക്കുന്ന ദിവസം അതിൻ്റെ വലിപ്പം മനസ്സിലാക്കിയ നാടുവായി തൻ്റെ വാക്കിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതിൽ നിന്നാണ് വലിയ സംഘടനകൾക്ക് വഴി തുറന്നത്. കാലക്രമേണ പുത്തനങ്ങാടിയിൽ മുസ്ലിമീങ്ങൾ വർദ്ധിച്ചു വന്ന സാഹചര്യത്തിൽ പള്ളിയിൽ സ്ഥലം മതിയാകാതെ വന്നപ്പോൾ ഖാദിയുടെ സമ്മതത്തോടുകൂടെ പോക്കർ മൂപ്പൻ മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായിട്ട് രാജാവിനെ സമീപിക്കുകയാണ്. രാജാവാകട്ടെ ആ അഭ്യർത്ഥന പാടെ നിരസിക്കുകയും ഒരു പ്രഖ്യാപനം കൂടെ പുറപ്പെടുവിപ്പിക്കുകയാണ്. പള്ളി തീയിടുമെന്നും അവിടെ എള്ള് കൃഷി നടത്തുമെന്നുമായിരുന്നു പ്രഖ്യാപനം. ഇതേ തുടർന്നുള്ള സംഘട്ടനത്തിൽ ഖാദി പള്ളിയുടെ അകത്ത് വെച്ച് വധിക്കപ്പെടുകയും പോക്കർ മൂപ്പന്റെ 21 അണികൾ ഷഹീദാവുകയും ചെയ്തു. ഈ സമയം പോക്കർ മൂപ്പൻ ഒരു ധീരമായ പ്രഖ്യാപനം നടത്തുകയാണ്. എള്ളിന് 2 ഇല മുളക്കുന്നതിന് മുമ്പ് രാജാവിന്റെ തലയെടുക്കുമെന്നുള്ള ധീരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് പോക്കർ മൂപ്പൻ ബുർഖ ധരിച്ചുകൊണ്ട് സ്ത്രീകളുടെ ഇടയിലൂടെ രക്ഷപ്പെടുകയാണ്. 39 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ 40ാമത്തെ ദിവസം പോക്കർ മൂപ്പർ സന്യാസി വേഷം കെട്ടി കൊട്ടാരത്തിൽ പ്രവേശിക്കുകയും അരമനയിലുള്ള രാജാവിൻ്റെ തലയറുത്ത് പള്ളിയുടെ വടക്ക് ഭാഗത്ത് കുന്തത്തിൽ നാട്ടുകയുമാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിരസ് ആവശ്യപ്പെട്ടുകൊണ്ട് 10ഓളം വരുന്ന പടയാളികൾ അദ്ദേഹത്തെ സമീപിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം അതിന് ശക്തമായി നിരസിക്കുകയും ഇതുപോലെ നിങ്ങളുടെ തലകൾ കുന്തത്തിൽ നാട്ടുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കുറച്ചു ദിവസത്തിന് ശേഷം ആ ശിരസിൽ നിന്ന് വളരെ മോശമായ ദുർഗന്ധമുണ്ടാവുകയും മൂപ്പർ അതിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്. അതിനു പുറമെ തന്നെയാണ് അദ്ദേഹം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു കല്ലും അവിടെ സ്ഥാപിക്കുകയുണ്ടായി. ഇന്ന് ഏകദേശം 3 മീറ്ററോളം വലിപ്പത്തിൽ ഇന്ന് ആ കല്ല് വളരെ അത്ഭുതകരമായി ഇന്ന് സ്ഥിതി ചെയ്യുന്നുവെന്ന് നമുക്ക് ആ പ്രദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ 21 ശുഹദാക്കളിൽ 7 ശുഹദാക്കളുടെ ജനാസ കണ്ടെടുത്തത് ഈ കിണറ്റിൽ നിന്നാണ്. ഏകദേശം 6 മാസത്തിന് ശേഷമാണ് അവരുടെ ജനാസ കണ്ടെടുക്കുന്നത്. ആ സമയത്തും രക്തമൊലിക്കുകയും സുഗന്ധം അടിച്ചു വീശുകയുമാണ് ഉണ്ടായത്. ഇത് ശുഹദാക്കളുടെ കറാമത്തായി കണക്കാക്കപ്പെടുന്നു. പിന്നീട് കോഴിക്കോടുള്ള 2 ഹൈന്ദവ സുഹൃത്തുക്കളുടെ സഹായത്താൽ പോക്കർ മൂപ്പൻ നാടുവായോട് വെല്ലുവിളിച്ചതുപോലെ പുത്തനങ്ങാടിയിലേക്ക് 2 പള്ളികൾ അദ്ദേഹം സമ്മാനിച്ചു. പുത്തനങ്ങാടിയുടെ കഥയിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഇനിയും ഒരുപാട് അറിയാനും പറയാനുമുണ്ട്. ചരിത്രത്തെ മൂടിവെക്കുന്നവർക്ക് മുമ്പിൽ ഇന്നും ഈ 2 പള്ളികളും ഇവിടുത്തെ പണ്ഡിതന്മാരും ശുഹദാക്കളും പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു. പുത്തനങ്ങാടി വിശേഷങ്ങൾക്ക് വിരാമം.